Good morning dear students. Plus 1 Mathematics റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. താരതമ്യേന ഈസി ആയൊരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. 4-5 മാർക്കിന് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രോബബിലിറ്റിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്, അതുപോലെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നുള്ള ചാപ്റ്ററുമായിട്ടൊക്കെ ഇതിന് കണക്ഷൻസ് ഉണ്ടായിരിക്കും ഇതിലെ ചോദ്യങ്ങൾക്ക്. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കണം. പ്രോബബിലിറ്റി എന്നുള്ള വാക്ക് ഉണ്ടോ എന്ന് നോക്കണം. സെറ്റിലെ ചോദ്യങ്ങളും സെറ്റിലെ ഫോർമുലകളുമായിട്ട് ഇതിന് കണക്ഷൻസ് ഉണ്ട്. അതുപോലെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളുമായിട്ടും ചിലപ്പോൾ ഇതിന് സാമ്യത നിങ്ങൾക്ക് തോന്നാം. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പറയാം. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് റാൻഡം എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു അല്ലേ. റാൻഡം എക്സ്പെരിമെൻറ്റ്സുമായി ബന്ധപ്പെട്ട ഔട്ട്കംസ്, റിസൾട്ടുകൾക്ക് പറയുന്ന പേരാണ്, റിസൾട്ടുകളുടെ സെറ്റുകൾക്ക് പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻ്റ് എന്നാണ്. പിന്നീട് നമ്മൾ പ്രോബബിലിറ്റിയിൽ പഠിച്ചത് ഈവൻ്റ് ആണ്. ഈവൻ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദി സാമ്പിൾ സ്പേസ്. ഈവൻറ്റിൽ ഒരുപാട് ടൈപ്പ് ഈവൻറ്റ്സ് ഉണ്ട്. ഷുവർ ഈവൻറ്റ്, ഇമ്പോസിബിൾ ഈവൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 ഈവൻറ്റ്സ് ആണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് ആൻഡ് മ്യൂച്വലി എക്സോസ്റ്റീവ് ഈവൻറ്റ്സ്. 2 ഈവൻറ്റ്സിനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നെങ്കിൽ അവർ ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. നമ്മൾ സെറ്റിൽ പഠിച്ച ഡിസ്ജോയിൻ്റ് എന്നുള്ള അതേ കോൺസെപ്റ്റാണ് ഇവിടെ ഈവൻറ്റുകളിൽ ഉണ്ടാവുക. 2 സെറ്റുകൾ ഇൻ്റർസെക്ഷൻ 5 ആണെങ്കിൽ അതിന് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയും. 3 കൂടെ 2-2 സെറ്റുകളെ എക്സോസ്റ്റീവ് എന്ന് പറയണമെങ്കിൽ 3 കൂടെ ചേർത്ത് വെച്ചാൽ സാമ്പിൾ സ്പേസ് കിട്ടുകയും വേണം. ഓക്കെ, ഈ 2 ഈവൻറ്റ്സ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ പിന്നീട് വന്നത് ഓൾജിബ്ര ഓഫ് ഈവൻറ്റ്സ് ആണ്. ഓൾജിബ്ര ഓഫ് ഈവൻറ്റ്സിൽ മെയിനായിട്ട് വരുന്നത് സിമ്പിൾസ് ആണ്. ഓൾജിബ്ര ഓഫ് ഈവൻറ്റ്സിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് എ ഓർ ബി. എ ഓർ ബിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ നമുക്കറിയാം, എ യൂണിയൻ ബി ആണ്. എ ആൻഡ് ബിക്ക് ഉപയോഗിക്കുന്ന സിമ്പിൾ എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എ ബട്ട് നോട്ട് ബിക്ക് ഉപയോഗിക്കുന്ന സിമ്പിൾ എ മൈനസ് ബി ആണ്. അതുപോലെ നോട്ട് എ എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്നത് എ ഡാഷ് ആണ്. മാത്രമല്ല അതിന് പുറമെ നമ്മൾ നെയ്തർ നോർ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരികയാണെങ്കിൽ നമ്മൾ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് 1 ഓഫ് എ കോമ ബി എന്നുള്ളതിന് നമ്മൾ എ യൂണിയൻ ബി എന്നുള്ളത് ഉപയോഗിക്കും. ഓക്കെ, ഇത്രയും സിമ്പിൾസ് എല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ യൂസ് ചെയ്യും. പിന്നീട് മെയിൻ സംഭവം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻ്റ് ആണ് അല്ലേ. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പി ഓഫ് ഇ ഈക്വൽ ടു എൻ ഓഫ് ഇ ഡിവൈഡ് ബൈ എൻ ഓഫ് എസ്. നമ്പർ ഓഫ് ഈവൻറ്റ്സ് ഫേവറബിൾ ടു ദ ഇവൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ എന്നാണ്. മനസ്സിലാക്കി വെക്കുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, പ്രോബബിലിറ്റി ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1 എന്നാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. പ്രോബബിലിറ്റിയുടെ വാല്യൂ ഒരിക്കലും 1-ൽ കൂടുതലാവില്ല, നെഗറ്റീവും വരാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോർമുല എന്ന് പറയുന്നത് പി ഓഫ് എ യൂണിയൻ ബി, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ഫോർമുല പഠിച്ചിരുന്നു, എൻ ഓഫ് അല്ലേ. എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതേ റിസൾട്ടിൽ നിന്ന് വന്ന റിസൾട്ട് തന്നെയാണ് ഈ പ്രോബബിലിറ്റി. ഇപ്പം ഇത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്നാണ് വായിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതുകൊണ്ട് ഇത് പ്രത്യേകം ഓർത്ത് വെക്കാൻ ഈസിയാണ്. ഇപ്പോൾ പ്രോബബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതേ ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇൻ്റർസെക്ഷൻ ബി ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഇത് എ ഇൻ്റർസെക്ഷൻ ബി 5 ആവും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 5 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി എന്തായിട്ട് മാറും, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്നുള്ള ഫോർമുലയായിട്ട് റെഡ്യൂസ് ചെയ്യും. പിന്നീട് മറ്റൊരു റിസൾട്ട് പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ എന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ. മറ്റൊരു റിസൾട്ട് പ്രോബബിലിറ്റി ഓഫ് ദി സാമ്പിൾ സ്പേസ് എന്തായിരിക്കും, 1 ആയിരിക്കും. ഫുൾ പ്രോബബിലിറ്റിയാണ്. ഓക്കെ, പിന്നീട് പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് പി ഓഫ് 5 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഈ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി 5 ആവും. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി 0 ആവും. അതുകൊണ്ടാണ് പി ഓഫ് എ യൂണിയൻ ബി പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്ന് വരുന്നത്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ശ്രദ്ധിച്ചല്ലോ. പിന്നെ ചിലപ്പോൾ സാമ്പിൾ സ്പേസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് പ്രോബ്ലത്തിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 1,
3 dice are thrown. 3 dice are thrown. Number of sample points is, ഇപ്പോൾ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദി സാമ്പിൾ സ്പേസ് ആണ്. എസ്സിൽ എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം. ഇപ്പോൾ 3 ഡൈ എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക, 1 ഡൈ ആണ് എറിഞ്ഞതെങ്കിൽ, ഒരു ഡൈ ആണ് എറിഞ്ഞതെന്ന് വിചാരിച്ചോളൂ, 1 ഡൈ ഈസ് ത്രോൺ. അപ്പോൾ സാമ്പിൾ സ്പേസിൽ എത്ര പേരുണ്ടാവും? 6 എലമെൻറ്റ്സ് ഉണ്ടാവും. അതിന് സാമ്പിൾ പോയിന്റ്സ് എന്നാണ് സാധാരണ പറയുക കേട്ടോ, സാമ്പിൾ പോയിന്റ്സ്. ഇനി 2 ഡൈ എറിഞ്ഞാലോ, 2 ഡൈസ് ആർ ത്രോൺ, വാട്ട് ഹാപ്പൻസ്? സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 6 സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ ആൻസർ 36 ഉണ്ടാവും. ഓക്കെ. 3 ഡൈസ് എറിഞ്ഞാലോ, വെൻ 3 ഡൈസ് ആർ ത്രോൺ, വാട്ട് ഹാപ്പൻസ്? 6 ക്യൂബ് ഉണ്ടായിരിക്കും. 6 ക്യൂബ് എന്നാണ് ആൻസർ പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ 36 × 6 ആണ് ഇതിൻ്റെ ആൻസർ. അത് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും 216 ആയിരിക്കും അല്ലേ. അപ്പോൾ അത് പ്രത്യേകം ഓർത്ത് വെക്കുക. നമ്പർ ഓഫ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈക്ക് 6 ഫേസ് ആണുള്ളത്. അതുകൊണ്ട് എത്ര പ്രാവശ്യം എറിയുന്നോ അതിൻ്റെ പവറായിട്ട് ആൻസർ വരും. അപ്പോൾ ഒരു ഡൈ 4 പ്രാവശ്യം എറിഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കും? സാമ്പിൾ സ്പേസിൽ 6⁴ ഉണ്ടാവും. സാമ്പിൾ സ്പേസ് എഴുതാൻ വേണ്ടിയിട്ട് ഇത് ചോദിക്കില്ല, ഇതും ചോദിക്കില്ല. സാമ്പിൾ സ്പേസ് എഴുതാൻ ഇതും മാത്രമേ ചോദിക്കുകയുള്ളൂ. ഇതിൻ്റെ സാമ്പിൾ സ്പേസ് നിങ്ങൾക്കറിയാം. ഒരു ഡൈ ആണെങ്കിൽ 1 2 3 4 അങ്ങനെ ഏത് വരെ എഴുതണം? 4 5 6 വരെ എഴുതിയാൽ ഒരു ഡൈൻ്റെത് കിട്ടും. 2 ഡൈ ആണെങ്കിൽ നമുക്കറിയാം സാമ്പിൾ സ്പേസ് ഏതാണ്? വെൻ 2 ഡൈസ് ആർ ത്രോൺ, സാമ്പിൾ സ്പേസ് ഈസ് 1 1 1 2 അങ്ങനെ വരുന്ന സാമ്പിൾ സ്പേസ് അല്ലേ. എക്സെട്ര 1 6 പിന്നെ 2 1 യെസ് 2 2 നിങ്ങൾക്ക് അറിയുന്ന സാമ്പിൾ സ്പേസ് ആണ്. 2 6 ലാസ്റ്റ് ഏതാ വരിക? അങ്ങനെ എക്സെട്ര പോയിട്ട് 6 1 6 2 ലാസ്റ്റ് 6 6. ഇതാണ് 2 ഡൈസ് എറിയുമ്പോൾ വരുന്ന സാമ്പിൾ സ്പേസ്. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ. 3ൻ്റെ കേസ് നിങ്ങളോട് ചോദിക്കില്ല, എണ്ണം മാത്രമേ ചോദിക്കുകയുള്ളൂ. ഓക്കെ. 216. 4 ആണെങ്കിൽ 6⁴ അങ്ങനെ നമുക്ക് കിട്ടും. ഇനി 3 coins are tossed, റൈറ്റ് ദി സാമ്പിൾ സ്പേസ് എന്നാണ്. അപ്പോൾ സാമ്പിൾ സ്പേസ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഞാൻ എഴുതാണ്. S = 3 കോയിൻസ് ടോസ് ചെയ്താൽ ഏതായിരിക്കും? സെറ്റ് ഫസ്റ്റ് H H H ശരിയല്ലേ. H H T H മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. H T H പിന്നെ H T T. എച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4 എഴുതാം. ഓക്കെ. ഇനി ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതേ സംഭവം T H H, ജസ്റ്റ് ടി മാറ്റി കൊടുത്താൽ മതി. T H T T T H ആൻഡ് ഫൈനലി T T T. ഇതാണ് 8 എലമെൻറ്റ്സ് ഉള്ള സാമ്പിൾ സ്പേസ്. ഇപ്പോൾ 2 കോയിൻസ് ആണെങ്കിലോ അത് 3 കോയിൻസിൻ്റെ കേസാണ്. 2 കോയിൻസ് ആണെങ്കിൽ S നമുക്ക് അറിയാം അല്ലേ. H H H T T H T T എന്ന് എഴുതി കൊടുത്താൽ ആൻസർ കിട്ടും. H H H T T H ആൻഡ് T T. ഇതാണ് 2 കോയിൻസ്. അപ്പം ആകെ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? കോയിൻസിൻ്റെ എണ്ണത്തിൽ 2⁻n ആണ് ആൻസർ ഉണ്ടാവുക. 2 കോയിൻസ് ആണെങ്കിൽ 2⁻2, 3 കോയിൻസ് ആണെങ്കിൽ 2 ക്യൂബ്. 10 കോയിൻസ് എറിഞ്ഞെന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു കോയിൻ 10 പ്രാവശ്യം എറിഞ്ഞാൽ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് 2⁻10 ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതും പ്രത്യേകം ഓർത്ത് വെക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്പർ 2. Given that P of A is equal to 0.5, P of B is equal to 0.6, P of A intersection B is equal to 0.3, find P of A dash. 1 2 3 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ. നമുക്ക് 1 by 1 ആയിട്ട് ആൻസർ ചെയ്യാം. ആദ്യം ഫൈൻഡ് P of എന്നുണ്ട് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണം, P of A dash എന്നാണ്. അത് P എന്നുള്ളത് എഴുതാൻ വിട്ടതാണ്. P of A dash എന്നാക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ P of A dash ആണ്. P of A dash കാണാനുള്ള ഫോർമുല നമുക്ക് അറിയണം. എന്തായിരുന്നു? 1 - P of A എന്ന് എഴുതാം. 1 - P of A. എന്താണ് 1 - P of A ൻ്റെ ആൻസർ? 1 - P of A തന്നിട്ടുണ്ട് ഇവിടെ 0.5 എന്ന്. 1 - 0.5 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 1 - 0.5 ഈസ് 0.5. ഇതാണ് ആൻസർ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. P of A യൂണിയൻ B ആണ് അല്ലേ. വാട്ട് ഈസ് P of A യൂണിയൻ ബിയുടെ ഫോർമുല എന്താണ്? P of A യൂണിയൻ B ഈസ് ഈക്വൽ ടു, എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കണം, P of A പ്ലസ് P of B മൈനസ് P of A ഇൻ്റർസെക്ഷൻ B. ഫോർമുല ഓർമ്മയുണ്ടല്ലോ. നമ്മൾ വാല്യൂസ് കൊടുക്കുന്നു. എന്താ P of A? P of A ഇവിടെ 0.5 എന്ന് തന്നിട്ടുണ്ട്. 0.5 പ്ലസ് P of B 0.6 മൈനസ് P of A intersection B is 0.3. ഓക്കെ.
ഇത് മൂന്നും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. 0.8 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 0.8 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനും നാലാമത്തെ ക്വസ്റ്റ്യനും നമുക്കറിയാം ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാനുള്ള ചോദ്യമാണ്. അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണ് ചോദ്യം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ഡിമോർഗൻസ് ലോ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? എന്താ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, എ യൂണിയൻ ബി ദി ഹോൾ ഡാഷ് ആണ്. എ യൂണിയൻ ബി ദി ഹോൾ ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി പി ഓഫ് ഇത് എ ഡാഷ് കാണാൻ നമ്മൾ പഠിച്ചു. പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് ചെയ്താൽ മതി. 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എ യൂണിയൻ ബിയുടെ ആൻസർ ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. 0.8 എന്ന് എഴുതുന്നു. സോ ദ ആൻസർ ഈസ് 0.2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 0.2. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെയിം മോഡൽ തന്നെയാണ്, ഡിമോർഗൻസ് ലോ തന്നെയാണ്. പി ഓഫ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ആണ്. ഡിമോർഗൻസിൻ്റെ സെക്കൻഡ് വേർഷനാണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ദി ഹോൾ ഡാഷ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്, 0.3 എന്ന് തന്നിട്ടുണ്ട്. സോ 0.3 എന്ന് ഇവിടെ കൊടുക്കുന്നു. സോ ദ ആൻസർ ഈസ് 0.7 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 0.7 എന്നാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണല്ലോ. ഇവിടെ ഡിമോർഗൻസ് ലോയിലെ രണ്ട് ചോദ്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നമ്മൾ ചെയ്യുന്നത്. If E and F are two events such that P of E തന്നിട്ടുണ്ട്, P of A തന്നിട്ട്, P of A and B ഈ ഇൻ്റർസെക്ഷൻ F തന്നിട്ട്, P of E or F ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് ഒന്നും ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ P of E or F. P of E or F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സിമ്പലാണ് ഉപയോഗിക്കുക? യെസ്, P of E യൂണിയൻ F ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. ഈ യൂണിയൻ എഫിൻ്റെ ഫോർമുല എന്തായിരുന്നു ഇപ്പോൾ പറഞ്ഞത് നമ്മൾ? P of E ഫസ്റ്റ് പ്ലസ് പി ഓഫ് സെക്കൻഡ് മൈനസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. മറക്കരുത്, എ യൂണിയൻ ബിയുടെ ഫോർമുല തന്നെയാണ് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് പി ഓഫ് എഫ് ഈസ് ഗിവൺ 1/4 മൈനസ് ഇ ആൻഡ് എഫ് ഈസ് ഗിവൺ 1/8. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഒറ്റയടിക്ക് ഇത് അഡീഷൻ സബ്ട്രാക്ഷൻ നടത്താൻ പറ്റും. ഇവിടെ മൊത്തത്തിൽ നമ്മൾ 8 എന്ന് എഴുതുന്നു, ഇവിടെ 2 സ്ഥാനത്ത് 8 എഴുതി. അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് ഇവിടെ 4 പകരം 8 എഴുതി, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, 1. സോ ദ ആൻസർ ഈസ് 4 + 2 6 - 1 5/8 നമുക്ക് ആൻസർ ലഭിക്കും. ക്ലിയർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോട്ട് ഇ നോട്ട് എഫ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ ബിയുടെ ആൻസർ നോക്കൂ. നോട്ട് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, ഇ ഡാഷ് ആണ്. ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ആണ്. നോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ആണ്. ഇതാണ് ചോദ്യം. ഓക്കെ, നോട്ട് ഇ നോട്ട് എഫ്, നോട്ട് ഇ ആൻഡ് നോട്ട് എഫ്. ഇനി നമ്മളിതിനെ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? പി ഓഫ് ഇ യൂണിയൻ എഫ് ദി ഹോൾ ഡാഷ് അല്ലേ. ഇ ഡാഷ് ഇൻ്റർസെക്ഷൻ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഇ യൂണിയൻ എഫ് ദി ഹോൾ ഡാഷ് എന്നാണ്. ഇതിന് നമുക്ക് കോംപ്ലിമെൻറ്റ്സിൻ്റെ ലോ ഉപയോഗിച്ചാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് എഴുതാം അല്ലേ. ഇനി ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഈ യൂണിയൻ എഫിൻ്റെ ആൻസർ ഇത് അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് 5/8. അതിവിടെ വാല്യൂസ് കൊടുക്കുന്നു. സോ 1 മൈനസ് ഈസ് ഈക്വൽ ടു 8 - 5/8. 8 - 5/8 ഈസ് ഈക്വൽ ടു 3/8 എന്നാണ് ആൻസർ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ ഇവിടെ ഒരു 5/8 വന്നിട്ടുണ്ട് അല്ലേ. അത് ഇവിടെ നിന്ന് എടുത്ത ആൻസറാണ്. ഈ ആൻസർ നമ്മളിത് തെറ്റിക്കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറും തെറ്റിപ്പോവും. അതുകൊണ്ട് ഇത് എഴുതുമ്പോൾ അതീവ ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. If A and B are two events such that P of A is given, P of B is given, P of A intersection B is given, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. P of A യൂണിയൻ B കാണാനുള്ള ഡയറക്റ്റ് ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഫോർമുല ഫോർ P of A യൂണിയൻ B? ഒന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞു നോക്കൂ. P of A യൂണിയൻ B is equal to P of A പ്ലസ് ഇപ്പോഴങ്ങ് പഠിച്ചാൽ മതി P of B മൈനസ് P of A intersection B, isn't it? എല്ലാ വാല്യൂസും നമ്മൾ കൊടുക്കുന്നു. P of A is given 0.54 പ്ലസ് 0.69 മൈനസ് A intersection B is what? 0.3
3 5 എല്ലാ വാല്യൂസും കൊടുത്തു. സാധാരണ അഡീഷനാണ്. സാധാരണ അഡീഷനും സബ്ട്രാക്ഷനും എല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്ററിലും ചെയ്യാം, അല്ലാതെയൊക്കെ ചെയ്യാം. 0.88 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. One card is drawn at random from a pack of 52 cards. From a pack of 52 cards. രണ്ട് പ്രാവശ്യം വന്നു അല്ലേ? From a pack of 52 cards. ഒരു പ്രാവശ്യം മതി. Find the probability that one card is drawn at random from a pack of 52 playing cards. Find the probability that the card is എ ബ്ലാക്ക് കാർഡ്. ഒരു കാർഡേ ആകെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ സാമ്പിൾ സ്പേസിൽ 52 ആണ്. എൻ ഓഫ് എസ് ഈസ് 52. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അവിടെ എൻ ഓഫ് എസ് എന്താണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദി സാമ്പിൾ സ്പേസ് ഈസ് 52 എന്ന് മനസ്സിലാക്കി വെക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് നമ്പറാണ് 52. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് കാർഡ് അല്ലേ? ആകെ എത്ര കാർഡ്സ് ഉണ്ടായിരിക്കും? ബ്ലാക്ക് കാർഡ്സ് ഒരു പാക്കിൽ ആകെ 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ടാവും. അത് നന്നായി മനസ്സിലാക്കി വെക്കുക കേട്ടോ. 26 ബ്ലാക്ക് കാർഡ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്തായി പ്രോബബിലിറ്റി? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പി ഓഫ്, ഞാൻ ബ്ലാക്ക് എന്ന് സിമ്പിളായിട്ട് എഴുതാണ് കേട്ടോ, ഈവൻസിന് പേരൊന്നും കൊടുത്തിട്ടില്ല. പി ഓഫ് ബ്ലാക്ക് ഇസ് ഇക്വൽ ടു, ആകെ 26 ബ്ലാക്ക് ആണുള്ളത്. ടോട്ടൽ കാർഡ്സ് എത്രയായിരുന്നു? 52 ആണ്. സോ ദ ആൻസർ ഈസ് 1/2 എന്ന ആൻസർ കിട്ടും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ ബി. കാർഡ് ഈസ് എ ഫേസ് കാർഡ്. അപ്പോൾ ആകെ എത്ര ഫേസ് കാർഡ് ഉണ്ട് എന്ന് പറയണം. സാധാരണ ജാക്ക്, ക്യൂന്, കിങ്ങിന് പറയുന്ന പേരാണ് ഫേസ് കാർഡ്. അപ്പോൾ ഒരു ഐറ്റത്തിൽ 3 ഫേസ് ഉണ്ടാവും. ജാക്ക്, ക്യൂന്, കിങ്. അങ്ങനെ 4 ഐറ്റംസ് ഉണ്ടല്ലോ. ഡയമണ്ട്, സ്പേഡ്, ക്ലബ്ബ് ആൻഡ് സ്പേഡ് അല്ലേ? ഡയമണ്ട്, ഹേർട്ട്, സ്പേഡ്, ക്ലബ്ബ് 4 ഐറ്റംസ് ഉണ്ട്. ഓരോന്നിലും 3 എണ്ണം വീതം 12 ഫേസ് കാർഡ് ഉണ്ടാവും. അപ്പോൾ ആകെ ഫേസ് കാർഡ്, പ്രോബബിലിറ്റി ഓഫ് ഫേസ് കാർഡാണ് ചോദ്യം. ഫേസ് ആകെ എത്ര ഫേസ് കാർഡ് ഉണ്ട്? 12. അത് ആദ്യം അറിയണം കേട്ടോ. 12 ഫേസ് കാർഡാണുള്ളത്. ടോട്ടൽ കാർഡ്സ് 52. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ? 3 4 12, 13 4 52. അപ്പോൾ അത് റെഡിയായി. ക്വസ്റ്റ്യൻ നമ്പർ സി. കാർഡ് ഈസ് എ ബ്ലാക്ക് ഫേസ് കാർഡ് എന്നാണ്. ഫേസ് കാർഡ് ആകെ 12 എണ്ണമാണ്. അതിൽ 6 എണ്ണം റെഡാണ്, 6 എണ്ണം ബ്ലാക്ക് ആണ്. അപ്പം എത്ര ബ്ലാക്ക് ഉണ്ടാവും? പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ഫേസ് കാർഡ്സ്. ബ്ലാക്ക് ഫേസ് കാർഡ് 6 എണ്ണം ഉണ്ടാവുക. അപ്പോൾ 6/52 ആണ് ആൻസർ. നമുക്കിതിൻ്റെ ഹാഫ് എടുത്താൽ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 3/26 എന്ന ആൻസർ കിട്ടും. ഓക്കെ. ഒരു ക്വസ്റ്റ്യനും കൂടെ അതിൽ ബാക്കിയുണ്ട്. ഡി. പ്രോബബിലിറ്റി ഓഫ് ഡയമണ്ട് ആണ് ചോദ്യം. പ്രോബബിലിറ്റി ഓഫ് ഡയമണ്ട്സ്. ആകെ എത്ര ഡയമണ്ട്സ് ഉണ്ടായിരിക്കും? ഡയമണ്ടിൻ്റെ എണ്ണം 14 ആണ്. 13 ആണ്. 13/52 ആണ്. ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ 13 എണ്ണം ഉണ്ടാവുക കേട്ടോ. 1/4 ആണ് ആൻസർ. 13 ആണ്. 13/52 ആണ്. ഡയമണ്ട് ഇസ് ഇക്വൽ ടു 13/52 ഇസ് ഇക്വൽ ടു 1/4. ഡയമണ്ടിൻ്റെ എണ്ണം തന്നെയാണ് സ്പേഡ് അല്ല. 4 ടൈപ്പാണ് ഒരു പാക്കിൽ ഉണ്ടാവുന്ന കാർഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. ഒരു പാക്കറ്റിൽ ആകെ എത്ര കാർഡ്സ് ഉണ്ടാവുക? 52 കാർഡ്സ് ഉണ്ടാവുക അല്ലേ? അത് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ വിശദീകരിക്കാം, നോക്കിക്കോട്ടോ. ഒരു പാക്കറ്റിൽ ആകെ 52 കാർഡ്സ് ഉണ്ടാവുക. ടോട്ടൽ കാർഡ്സ് 52 ആയിരിക്കും. അതിൽ റെഡ് കാർഡ് എത്ര ഉണ്ടായിരിക്കും? റെഡ് കാർഡ്സ് റെഡ് 26 ആയിരിക്കും. ബ്ലാക്കോ? ബ്ലാക്ക് 26 ആയിരിക്കും. ഓക്കെ. റെഡ് 26, ബ്ലാക്ക് 26. പിന്നെ 4 ഐറ്റംസ് ഉണ്ടായിരിക്കുക. ഡയമണ്ട്സ് അല്ലേ? ഡയമണ്ട് 13 എണ്ണം ഉണ്ടായിരിക്കും. ഹേർട്ട് 13 എണ്ണം. സ്പേഡ്സ് 13 ആൻഡ് ക്ലബ്ബ് 13. ഓക്കെ. ഈ ഫേസ് കാർഡിൻ്റെ എണ്ണം ഓർമ്മ ഉണ്ടായിരിക്കണം. ഫേസ് കാർഡ്സ് ഇതിൽ 3 ഫേസ് കാർഡ്, 3 3 3. ഇപ്പോൾ ടോട്ടൽ എത്രയായി? 12 ഫേസ് കാർഡ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം. 12 ഫേസ് കാർഡ്. ഇനി ഇവിടെ എയ്സ് കാർഡ്, ഒരു എയ്സ് ഉണ്ടായിരിക്കും. ഒരു എയ്സ്, ഒരു എയ്സ്, ഒരു എയ്സ്. ടോട്ടൽ 4 എയ്സ് കാർഡ്. ക്ലിയർ ആണല്ലോ? 26 റെഡ്, 26 ബ്ലാക്ക്. ഡയമണ്ട് ആകത്തിരുന്ന 13. ഓരോ ടൈപ്പ് 13 എണ്ണം ഉണ്ടാവും. അതൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി നമ്പർ കാർഡ് ചോദിച്ചു കഴിഞ്ഞാലോ 2 മുതൽ 10 വരെയാണ് നമ്പർ കാർഡ്. ഇപ്പോൾ എത്രയായി? 2 3 4 5 6 7 8 9 10. 9 കാർഡ്സ് ഉണ്ടായിരിക്കും ഇവിടെ. 9 9 9 9 36 ഉണ്ടായിരിക്കും.
അപ്പോൾ ആകെ 52 ആയി. കണ്ട 52. 36 നമ്പർ കാർഡ്, 12 ഫേസ് കാർഡ്, 4 ഏസ് കാർഡ്. ഈ ഒരു സ്ട്രക്ചർ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. ഡയമണ്ടിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാലോ, ഇതാണ് ഡയമണ്ട്സ്. അത് പിന്നെ അറിയേണ്ട ആവശ്യമില്ല, നമ്പേഴ്സ് അറിഞ്ഞാൽ മതി. നമ്പർ ഓഫ് ഡയമണ്ട്സ്, നമ്പർ ഓഫ് ഹേർട്ട്, നമ്പർ ഓഫ് സ്പേഡ്. ഇത് രണ്ടും റെഡ് ആയിരിക്കും കേട്ടോ. ഇത് രണ്ടും റെഡ് ആയിരിക്കും, ഇത് രണ്ടും ബ്ലാക്ക് ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ചെയ്തു, 5 ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 അല്ലേ? യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 6. ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ്, നിങ്ങൾ വായിച്ചു നോക്കൂ ചോദ്യം. ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ്, 30 സെലക്റ്റഡ് NSS. ഇതേ മോഡൽ ചോദ്യങ്ങൾ സെറ്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? നോക്കാം. നമുക്ക് ആദ്യം NCCക്ക് ഞാൻ തൽക്കാലം A എന്നുള്ള പേര് കൊടുക്കുക കേട്ടോ. A ഫോർ NCC, B ഫോർ NSS, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം 60 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എസ്, സാമ്പിൾ സ്പേസിൽ മൊത്തം എത്ര ഉണ്ടായിരിക്കും? 60 എന്ന് എഴുതുന്നു. ഇനി ഓരോന്നിൻ്റെയും എണ്ണം ഞാൻ ഇവിടെ എഴുതുന്നതിന് പകരം പ്രോബബിലിറ്റി എഴുതാണ്. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, എയിൽ എത്ര സ്റ്റുഡൻസാണ്? NCCക്ക് സെലക്ട് ചെയ്തത് 30 അല്ലേ? NCC 30 ആണ് കണ്ട. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 30 ഡിവൈഡ് ബൈ 60. സിംപ്ലിഫൈ ചെയ്യാതെ തന്നെ ആൻസർ എഴുതാണ്. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ NCCക്ക് ചേർന്ന കുട്ടിയുടെ പ്രോബബിലിറ്റി. ബി എന്ന് പറഞ്ഞാൽ NSS അല്ലേ? NSSൽ എത്ര ഓപ്റ്റ് ചെയ്തത്? 32 ആണ് NSS കണ്ട. അപ്പോൾ പ്രോബബിലിറ്റി ആയതുകൊണ്ട് എന്ത് എഴുതണം? 32/60 എഴുതണം. പ്രോബബിലിറ്റി ആണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം, സെറ്റിലെ ചോദ്യമല്ല. ഇനി ബോത്ത് തന്നിട്ടുണ്ട്. ബോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട് അല്ലേ? ബോത്ത് 24 അല്ലേ? നോക്കൂ 24. അപ്പോൾ ആൻസർ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഈസ് 24/60. ഇനി ചോദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ സ്റ്റുഡൻറ്റ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ഈസ് സെലക്റ്റഡ് NCC ഓർ NSS എന്നാണ്. പ്രോബബിലിറ്റി ഓഫ് NCC ഓർ NSS നമുക്ക് എങ്ങനെ എഴുതാം? A യൂണിയൻ B എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ എന്തായിരിക്കും ആൻസർ? പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ ബിയുടെ ആൻസർ നമ്മൾ പഠിച്ചല്ലോ. പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B മൈനസ് പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B എന്നാണ് ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ? 30 സ്റ്റുഡൻസ് അല്ലേ NCC, 30/60 പ്ലസ് P ഓഫ് B 32/60 മൈനസ് 24 ഡിവൈഡ് ബൈ 60. ഒരേ ഡിനോമിനേറ്റർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്യാതിരുന്നത്. ഇതൊന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല കേട്ടോ. സെയിം ഡിനോമിനേറ്റർ വന്നാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയായിരിക്കും? 30 + 32 62. 62 - 24 ഒറ്റടിക്ക് ഇങ്ങനെ എഴുതാം. 30 + 32 - 24 ഡിവൈഡ് ബൈ 60 എന്ന് നേരിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാൻസൽ ചെയ്യാതിരുന്നത്. അത് ചെയ്താൽ എത്രയായിരിക്കും ആൻസർ? 38 അല്ലേ വരിക? 38. 62 - 24 എന്ന് പറഞ്ഞാൽ 38 ഡിവൈഡ് ബൈ 60 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 19 ഡിവൈഡ് ബൈ 30 എന്ന് കിട്ടും. 19 ഡിവൈഡ് ബൈ 30. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് അല്ലേ? ബി ക്വസ്റ്റ്യൻ. നെയ്തർ NCC നോർ NSS എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? നെയ്തർ NCC നോർ NSS എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് രണ്ടും ഇല്ല എന്നാണ്. നെയ്തർ NCC നോർ NSS. അപ്പോൾ A' ഇൻ്റർസെക്ഷൻ B' എന്ന് മനസ്സിലാക്കി വെക്കുക. അത് നമ്മൾ ഡിമോർഗൻസ് ലോ ഉപയോഗിക്കുന്നു. A യൂണിയൻ B ദി ഹോൾ ഡാഷ് ഉപയോഗിക്കുന്നു. അതിൻ്റെ ആൻസർ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്നുള്ള ഫോർമുല ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B നമുക്ക് കിട്ടിയിട്ടുണ്ട് 19 ഡിവൈഡ് ബൈ 30. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 11/30 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഇനി അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 7. 4 cards are taken from a pack of 4. Find the probability that 4 cards are of same suit. ഇവിടെ 4 കാർഡ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. 4 കാർഡ്സ് എടുത്തിട്ടുണ്ട് ഫ്രം 52. അപ്പോൾ ടോട്ടൽ സെലക്ഷൻ എത്രയായിരിക്കും? 4 കാർഡ്സ് നമുക്ക് എത്ര രൂപത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റും? അത് നമ്മുടെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള ചാപ്റ്ററിലാണ് ഇവിടെ പഠിച്ചത്. അപ്പോൾ ഇവിടെ സാമ്പിൾ സ്പേസിലെ എണ്ണം എന്ന് പറയുന്നത്
4 cards from 52. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 52C4 ആണ്. അതിൻ്റെ എണ്ണം നമുക്കറിയേണ്ട, അവിടെ നിൽക്കട്ടെ. ഇനി 4 കാർഡ് സെലക്ട് ചെയ്തു, 4ഉം ഒരേ ടൈപ്പ് ആവണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കേസ്? 4 കാർഡ്സ് വേണമെങ്കിൽ ഹാർട്ട് ആവാം, അല്ലെങ്കിൽ 4 കാർഡ്സ് ഡയമണ്ട് ആവാം, അല്ലെങ്കിൽ 4 സ്പെയ്ഡ് ആവാം, ഓർ 4 ക്ലബ് ആവാം. ഇപ്പോൾ H4 ഹേർട്ടാണ്. ഹേർട്ട്, ഡയമണ്ട്, സ്പെയ്ഡ് ഓർ ക്ലബ് എല്ലാം ഓറാണ് അല്ലേ. ഇപ്പോൾ 4 ഹേർട്ട് എന്ന് പറയുമ്പോൾ ആകെ എത്ര ഹേർട്ട്സാണ് ഉള്ളത്? എല്ലാം 13 എണ്ണമാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, പ്രോബബിലിറ്റി ചോദിക്കുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് 4 കാർഡ്സ്, പ്രോബബിലിറ്റിയാണ് എഴുതാൻ പോകുന്നത്. 4 കാർഡ്സ് ഓഫ് സെയിം സ്യൂട്ട് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ 4 ഹേർട്ടിൻ്റെ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 30 ഹേർട്ടിൽ നിന്ന് 4 ഹേർട്ട് അല്ലേ, ഡിവൈഡഡ് ബൈ 52C4 വരും. അപ്പോൾ അല്ലെങ്കിൽ ആയതുകൊണ്ട് ഞാൻ ഇവിടെ നേരിട്ട് പ്ലസ് എഴുതാൻ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. 13 ഡയമണ്ടിൽ നിന്ന് 4 ഡയമണ്ട്, അങ്ങനെ എഴുതും. ഈ ഒരു സംഭവം നമ്മൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ ഇത് മാത്രം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രോബബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ടോട്ടൽ എത്രയായിരിക്കും? 52C4. അപ്പോൾ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് 13C4 ഒരു പ്രാവശ്യം ചെയ്താൽ മതി. എന്നിട്ട് 4 × 13C4 ചെയ്യുന്നു, ഡിവൈഡ് ബൈ 52C4. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ, 4 ബിലോങ്സ് ടു 4 ഡിഫറെൻറ്റ് സ്യൂട്ട് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ഒരു ഹേർട്ട് അല്ലേ, ആൻഡ് 1 ഡയമണ്ട് ആൻഡ് 1 സ്പെയ്ഡ്. ഈ ചോദ്യവും നിങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ആൻഡ് 1 ക്ലബ് എന്ന് എഴുതാണ്. ഓക്കെ, 1 ഹേർട്ട്, 1 ഡയമണ്ട്, 1 സ്പെയ്ഡ് ആൻഡ് 1 ക്ലബ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും ആൻസർ? പ്രോബബിലിറ്റി ഓഫ് 4 ഡിഫറെൻറ്റ് ചെറുക്കാൻ അങ്ങനെ എഴുതുന്നു. അപ്പോൾ നമ്മൾ ഓരോന്ന് എഴുതുന്നു. ഒരു ഹേർട്ട് എന്ന് പറഞ്ഞാൽ 13 ഹേർട്ടിൽ നിന്ന് ഒരു ഹേർട്ട് അല്ലേ, ആൻഡ് ആയതുകൊണ്ട് ഇൻറ്റു വരും. 13 ഡയമണ്ടിൽ നിന്നൊരു ഡയമണ്ട്, ആൻഡ് 13 സ്പെയ്ഡിൽ നിന്നൊരു സ്പെയ്ഡ്, 13 ക്ലബിൽ നിന്നൊരു ക്ലബ്. ടോട്ടൽ എത്ര കാർഡ്സ് എടുത്തത്? 4 കാർഡ്സ് തന്നെയാണ്. അപ്പോൾ 52C4 എന്ന് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 13C1 എന്ന് പറഞ്ഞാൽ 13 തന്നെയാണ് കേട്ടോ. 13⁴ ഡിവൈഡഡ് ബൈ 52C4 എന്നുള്ളത് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള അവിടുത്തെ ചോദ്യവും ഈ ചോദ്യം തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ പ്രോബബിലിറ്റി ആയതുകൊണ്ട് ഈ 52C4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കാർഡ്സ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇനി അവസാനത്തെ ഒരു ചോദ്യമുണ്ട്, 2 ബ്ലാക്ക് 2 റെഡ് എന്നല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ സി, പ്രോബബിലിറ്റി ഓഫ് 2 ബ്ലാക്ക് ആൻഡ് 2 റെഡ്. ഇപ്പോൾ 2 ബ്ലാക്ക്, 26 ബ്ലാക്കിൽ നിന്ന് 2 ബ്ലാക്ക്, ആൻഡ് 26 റെഡിൽ നിന്ന് 2 റെഡ്. ഒക്കെ കോമ്പിനേഷനാണ്, ഒക്കെ സെലക്ഷൻ ആണല്ലോ. ഡിവൈഡഡ് ബൈ ടോട്ടൽ സെലക്ഷൻ എത്രയായിരിക്കും? 52 കാർഡ്സിൽ നിന്ന് 4 കാർഡ്സ് സെലക്ട് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, 2 ബ്ലാക്ക് ഫ്രം 26 ആൻഡ് 2 റെഡ് ഫ്രം 26. അപ്പോൾ 2 ബ്ലാക്ക് ആൻഡ് എന്നാണ്. ആൻഡ് വരുമ്പം ഇൻഡ് വരുമ്പം ശ്രദ്ധിക്കണം. ഓർ എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കണം. ഓർ എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് എന്നാണ് വരിക. ആൻഡ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇൻഡു എന്നായിരിക്കും സംഭവിക്കുക. അത് പെർമ്യൂട്ടേഷനിലും ശ്രദ്ധിക്കണം. ഇവിടെ പ്രോബബിലിറ്റിയിലാവുമ്പോൾ ഡിവിഷൻ വരുന്ന കാര്യവും ശ്രദ്ധിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് നമ്മൾ ചെയ്യുന്നത്. എ കമ്മിറ്റി ഓഫ് 2 persons ഈസ് ടു ബി സെലക്റ്റഡ് ഫ്രം 2 men and 2 women എന്നാണ്. അപ്പോൾ മൊത്തത്തിൽ എത്ര പേരുണ്ട്? 2 men 2 women, ടോട്ടൽ 4 ആണ് അല്ലേ. വാട്ട് ഈ കമ്മിറ്റി ഓഫ് 2 persons ആണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ടോട്ടൽ സെലക്ഷൻ ആണ് നമ്മൾ N(s) എന്ന് പറയുന്നത്. ടോട്ടൽ സെലക്ഷൻ എത്രയായിരുന്നു? 4 പേരിൽ നിന്ന് 2 പേരാണ് സെലക്ട് ചെയ്യുന്നത് അല്ലേ. അത് 6 ആയിരിക്കും. ഇതാണ് N(s). ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് കമ്മിറ്റി വിൽ ഹാവ് 1 man എന്നാണ്. ഇപ്പോൾ 2 പേരെ സെലക്ട് ചെയ്യുന്നുണ്ട്, 1 man വരണം. അപ്പം 1 man, പ്രോബബിലിറ്റി ഓഫ് 1 man എന്ന് പറയുമ്പോൾ ആൻസർ എന്താ വരിക? 2 man അല്ലേ ആകുള്ളത്? 2 men, 2 men കണ്ട, 2ൽ നിന്ന് ഒരാൾ, ഫ്രം 2 1 man. 1 man എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 1 woman വരണം. കാരണം ആകെ 2 അംഗ കമ്മിറ്റിയാണ്. 2 പേഴ്സൺസിനെ സെലക്ട് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 2 ലേഡീസിന് ഒരു ലേഡീനെയും സെലക്ട് ചെയ്യണം. അപ്പോൾ 1 man എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 1 ലേഡി വരും. ഡിവൈഡ് ബൈ ടോട്ടൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ 4C2 ആണ്, 6 ആണ്. ദെർഫോർ ദ ആൻസർ ഈസ് 4/6 എന്ന് കിട്ടും, 2/3 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 2 men എന്നാണ് പറഞ്ഞത്. പ്രോബബിലിറ്റി ഓഫ് 2 men, പാകത്ര മെന്നുള്ള 2 men, 2 men ഡിവൈഡ് ബൈ 4C2, 6 ആണ് ഇവിടെ തെറ്റിക്കുന്നത് ആൻസർ. സോ 1/6 എന്ന ആൻസർ കിട്ടും.
ഇപ്പോൾ 1 man എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 man എന്ന് പറയുമ്പോൾ 1 lady ഉണ്ടായിരിക്കും. കാരണം കമ്മിറ്റിയിൽ ഫുൾ ടൈം 2 പേരുണ്ടാവും. കമ്മിറ്റി ഓഫ് 2 persons എന്ന് ഇവിടെ പറഞ്ഞത് കൊണ്ട് 2 പേരെ സെലക്ട് ചെയ്യണം. 1 man എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 1 lady ഉണ്ടായിരിക്കും. അപ്പോൾ 2 man ഫ്രം 2 1 ഫ്രം 2 ladies 1 lady. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് നമ്മൾ നോക്കുന്നത്. 2 dice are thrown at random, find the probability of getting a doublet എന്നാണ്. ഓക്കെ, ഇപ്പോൾ 2 ഡൈ എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? n of s എന്ന് പറഞ്ഞാൽ 36 ആണ് അല്ലേ. 1 1 1 2 1 3 അങ്ങനെ പോകുന്ന സാമ്പിൾ സ്പേസ് നമ്മൾ നേരത്തെ കണ്ടു. ഡബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഡബ്ലറ്റ്? ഡബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സെറ്റ് 1 1 2 2 3 3 4 4 5 5 6 6. ഈ ഒരു സെറ്റിന് പറയുന്ന പേരാണ് ഡബ്ലറ്റ്. ഇങ്ങനത്തെ എലമെൻറ്റ്സ് ആ 36 ഉണ്ടായിരിക്കും അല്ലേ. ആകെ എത്ര ഡബ്ലറ്റ്സ് ഉണ്ടായിരിക്കും? 6 ഡബ്ലറ്റ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 6 divided by 36 ആയിരിക്കും. ടോട്ടൽ എലമെൻറ്റ്സ് 36, ഡബ്ലറ്റ്സിൻ്റെ എണ്ണം 6. സോ ദ ആൻസർ ഈസ് 1/6. ഇനി സം ഓഫ് നമ്പേഴ്സ് ഈസ് 8. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ ബി, സം ഓഫ് നമ്പേഴ്സ് ഈസ് 8. സം 8 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കൂ. സം 8 വരുന്ന സെറ്റ് എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? ആദ്യം വരുന്നത് 1 തുടങ്ങുന്ന ആരുമില്ല. 2 6 ഉണ്ടായിരിക്കും അല്ലേ. 2 6 സം 8 അല്ലേ. 2 6 ഉണ്ടായിരിക്കും. 3 5, പിന്നെ 4 4, പിന്നീട് 5 3, പിന്നീട് 6 2. ഇത്രയും എലമെൻറ്റ്സ് ആണ് സം 8 ഉണ്ടാവുക. 1 2 3 4 5 6 എലമെൻറ്റ്സ് ഉണ്ടാവുക. അപ്പോൾ പ്രോബബിലിറ്റി എത്ര ഉണ്ടായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് സം 8 is equal to 1 2 3 4 5 അല്ലേ ഉള്ളത്. 5 divided by 36 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് n of e divided by n of s എന്നാണ്. അപ്പോൾ ഇവിടെ 5 എണ്ണമാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ 36 ആണ്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ 5/36 എന്നായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് അടുത്ത് നോക്കുന്നത്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 53 Sundays ഇൻ എ ലീപ്പ് ഇയർ. ഒരു ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം സാധാരണ ഒരു വർഷത്തിൽ സാധാരണ ഇയറിൽ 52 വീക്സ് ഉണ്ടാവുക. 52 വീക്സ് പ്ലസ് 1 ഡേ ആണ് ഓർഡിനറി ഇയറിൽ ഉണ്ടാവുക. ഓർഡിനറി ഇയർ. ലീപ്പ് ഇയറിൻ്റെ പ്രത്യേകത, ലീപ്പ് ഇയറിൽ 52 വീക്സ് പ്ലസ് 2 ഡേയ്സ് എക്സ്ട്രാ ഉണ്ടാവും. 2 ഡേയ്സ്. അപ്പോൾ ആകെ എത്ര ഉണ്ടാവും? 366 ഡേ ഉള്ളതാണ് ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് 52 ഫുൾ വീക്സും 2 ഡേ എക്സ്ട്രാ ഉണ്ടാവും. സാധാരണ വർഷത്തിൽ 52 വീക്കും 1 ഡേ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ലീപ്പ് ഇയറിൽ എത്ര 53 സൺഡേ വരണം. അപ്പോൾ 52 വീക്സിൽ എന്തായാലും 52 സൺഡേ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ 2 ഡേയ്സ് എക്സ്ട്രാ ഉള്ളതിൽ ഒരു സൺഡേ വരാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദ്യം. ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 52 സൺഡേ ഉറപ്പാണ്. 53 സൺഡേ വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഈ 2 ഡേയ്സ് എക്സ്ട്രാ വരുന്നത് ഏതൊക്കെ വരാൻ സാധ്യതയുണ്ട്? ആ 2 ഡേയ്സ് മാത്രം നമ്മൾ എഴുതുകയാണ്. ആ 2 ഡേയ്സ് ഏതൊക്കെയാണ് നോക്കൂ നിങ്ങൾ. സൺഡേ മൺഡേ വരാം, അല്ലെങ്കിലോ മൺഡേ ട്യൂസ്ഡേ, ട്യൂസ്ഡേ വെനസ്ഡേ, അല്ലെങ്കിൽ വെനസ്ഡേ തേഴ്സ്ഡേ, ഓർ തേഴ്സ്ഡേ ഫ്രൈഡേ, ഫ്രൈഡേ സാറ്റർഡേ. ഒരു കേസ് കൂടെ അല്ലേ, സാറ്റർഡേ സൺഡേ വന്നൂടെ, സാറ്റർഡേ സൺഡേ. ഇത്രയും ആ 2 ഡേയ്സ് എക്സ്ട്രാ വരുന്നത് ഈ 7 കേസായിരിക്കും. 1 2 3 4 5 6 7. ഈ 7 കേസിൽ വന്നു കഴിഞ്ഞാൽ സൺഡേ, ഒരു സൺഡേ വരണമെങ്കിൽ ഇവിടെ വന്നാലും ഒരു സൺഡേ സംഭവിക്കും, ഇവിടെ വന്നാലും ഈ 2 എണ്ണമാണ് വന്നതെങ്കിലും ഒരു സൺഡേ ഉണ്ടാവും. അപ്പോൾ 53 സൺഡേ ആയില്ലേ. ഈ 52 വീക്സിൽ 52 സൺഡേ വന്നു. ഒരു 2 എക്സ്ട്രാ ഡേയ്സ് ഉണ്ട്. ആ 2 എക്സ്ട്രാ ഡേയ്സ് ഈ കേസിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 53 സൺഡേ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാകെ എത്ര ഉണ്ട് നോക്കുക. 1 2 3 4 5 6 7. അതിൽ ഇത് വന്നാലും ഒരു സൺഡേ വരും, ഇത് വന്നാലും ഒരു സൺഡേ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് 53 സൺഡേസ് ഈക്വൽ ടു സൺഡേ വരുന്ന 2 എണ്ണല്ലേ ഉള്ളത്, 2 divided by മൊത്തത്തിൽ 7, 2/7 ആയിരിക്കും ആൻസർ.
ഓക്കെ, ലീപ്പ് ഇയർ ആണെങ്കിൽ 2/7. ഓർഡിനറി ഇയർ ആണെങ്കിൽ എന്താ വരിക ആൻസർ? ഓർഡിനറി ഇയർ ആണെങ്കിൽ 1/7 ആയിരിക്കും. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അങ്ങനെ ഓരോ കേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1/7 ആയിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 7 cards are taken from 52 cards. കാർഡുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഇൻ ഹൗ മെനി വേസ് ദിസ് ക്യാൻ ബി ഡൺ. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സാധാരണ നമ്മുടെ കോമ്പിനേഷനിൽ പെട്ട ചോദ്യം തന്നെയാണ്. 52 cardsൽ നിന്ന് 7 cards എടുക്കണം. 7 cards എത്ര രൂപത്തിൽ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ എത്രയായിരിക്കും ആൻസർ? ടോട്ടൽ 52C7 ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അത് കോമ്പിനേഷനിലെ ചോദ്യം തന്നെയാണ്. ഇനി അതിൽ നിന്ന് അത് നമ്മുടെ പ്രോബബിലിറ്റിയുമായിട്ട് എന്താ കണക്ഷൻ നോക്കൂ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സെലക്ഷൻ കണ്ടെയ്ൻസ് ഓൾ ദി കിങ്സ് എന്നാണ്. എല്ലാ കിങ്സും വരണം. 7 cards എടുത്തിട്ടുണ്ട്, 7 cards സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. 7 cards ഉണ്ട്, എല്ലാ കിങ്ങും വരണം. പക്ഷേ ആകെ എത്ര കിങ്ങാണ് ഉള്ളത്? 4 കിങ്ങേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം? 7 cards എഴുതണേ പ്രോബബിലിറ്റി ഓഫ് 4 kings എന്ന് എഴുതാൻ. 4 kings. പക്ഷേ അതേ സമയം എന്തും കൂടെ വരും? 3 നോൺ കിങ്സും കൂടെ വരും. കിങ് അല്ലാത്തതും കൂടെ 3 വരും. നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, 7 കാർഡ് ഉള്ളത് കൊണ്ടാണ് 3 നോൺ കിങ്സ്. അപ്പോൾ 4 കിങ്. ആകെ എത്ര കിങ്ങുള്ളത്? 4 കിങ്ങിൽ നിന്ന് 4 കിങ്. ആൻഡിന് ഇൻഡൂട്ട് കിങ് അല്ലാത്തത് 48 ഉള്ളത്. 48 നോൺ കിങ് നിന്ന് 3 നോൺ കിങ്. അപ്പം 48 നിന്ന് 3 ആയി. ഡിവൈഡ് ബൈ ടോട്ടൽ സെലക്ഷൻ എത്രയാണ്? 52 കാർഡിൽ നിന്ന് 7 കാർഡ്. അപ്പോൾ ടോട്ടലാണ് എപ്പോഴും ഡിനോമിനേറ്ററിൽ എഴുതുക പ്രോബബിലിറ്റി എഴുതുമ്പം. ന്യൂമറേറ്ററിൽ ഏതാണോ നമുക്ക് ആവശ്യമുള്ളത്, ഇതാ 4 കിങ് അല്ലേ പറഞ്ഞത്? 4 കിങ്. 4 കിങ്ങിൽ നിന്ന് 4 കിങ്, 3 നോൺ കിങ് അല്ലേ. 48 റിമൈനിങ് കാർഡ്സ്. 48 നോൺ കിങ്ങിൽ നിന്ന് 3 നോൺ കിങ് ഡിവൈഡ് ബൈ 50. ഇത് നിങ്ങൾ സ്വന്തം ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അല്ല, ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പ്രോബബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക. പ്രോബബിലിറ്റി കുറച്ച് എളുപ്പമുള്ള ചാപ്റ്ററാണ്. സെറ്റുമായി കണക്ഷൻ ഉണ്ട്. അതോടൊപ്പം പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള ചാപ്റ്ററുമായിട്ടും എല്ലാം ഇതിന് കണക്ഷൻസ് ഉണ്ട്. എന്നാലും കുറച്ചൊക്കെ ഈസിയാണ്. നന്നായി ശ്രദ്ധിച്ച് ചെയ്യണം. പ്രോബബിലിറ്റി എന്നുള്ള വാക്ക് ഉണ്ടോയെന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതിൽ പെർമ്യൂട്ടേഷൻസിൻ്റെ ചോദ്യവും സെറ്റിലെ ചോദ്യമൊക്കെ വരെ അതേ മോഡൽ ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വാക്ക് ക്വസ്റ്റ്യൻസ് ശരിക്കും വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ.